ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനം ഇങ്ങനെ പറയും: മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഈ വചനം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾക്കിങ്ങനെ മനസ്സിലാക്കാം: ആരും അറിയാതെ, ആരെയും അറിയിക്കാതെ നീ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ നിനക്ക് പ്രതിഫലമുണ്ട്. ആരും അറിയാതെയും ആരെയും അറിയിക്കാതെയും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടവരായിരുന്നു വിശുദ്ധരെല്ലാവരും. ആരുടെയും മുൻപിൽ ഒരിക്കൽ പോലും അത് അറിയണം എന്ന് അവർ ആഗ്രഹിച്ചിട്ടില്ല. ആരും അറിയാതെ രഹസ്യത്തിൽ നന്മ ചെയ്തവർ, രഹസ്യത്തിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ. നമ്മളോടും കർത്താവ് ഇത് തന്നെയാണ് ഇന്ന് പറയുക. ആരും അറിയാൻ ആഗ്രഹിക്കില്ല, ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട്, ആരുടെയും മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും സൽപ്രവർത്തികൾ നീ ചെയ്യരുത് എന്ന് സ്നേഹത്തോടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കുഞ്ഞുനാൾ മുതൽ മാതാപിതാക്കൾ മക്കളെ വളർത്തുക, ഒരു ചെറിയ ഉദ്ദേശം അവരുടെ മനസ്സിലുണ്ടാകാം. വളർന്ന് വലുതാകുമ്പം മാതാപിതാക്കളെ ഈ മക്കൾ സംരക്ഷിക്കുമെന്ന്, അവരുടെ ആവശ്യങ്ങളിൽ മാതാപിതാക്കളെ മക്കൾ സഹായിക്കുമെന്ന് ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു വലിയ ഉദ്ദേശം അല്ലെങ്കിൽ വലിയൊരു ലക്ഷ്യം മുൻപിൽ വയ്ക്കാൻ സാധ്യതയുണ്ട്. ഒരു പഠനത്തിന് നമ്മൾ ചെന്ന് ചേർന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം വരാൻ സാധ്യതയുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് വലിയൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കണം, വലിയൊരു ജോലി സമ്പാദിക്കണം, അതിൻ്റെ പുറകിൽ വലിയ ചിന്തകൾ, ലക്ഷ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതൊരു പ്രവൃത്തി ചെയ്താലും അത് സൽക്കർമ്മം ആണെങ്കിൽ, നല്ലൊരു പ്രവൃത്തിയാണെങ്കിൽ കർത്താവ് അതിന് പ്രതിഫലം തരും, നീ അത് രഹസ്യമായിട്ട് ചെയ്യുന്നു എങ്കിൽ എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു കാരണവശാലും മറ്റാരെയും അറിയിക്കാൻ ഇടവരുത്തല്ലേ എന്ന് സ്നേഹത്തോടെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ വിശുദ്ധ കത്രീനയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. കത്രീന രോഗികളെ മുഴുവൻ ശുശ്രൂഷിക്കാൻ ഒരുപാട് താല്പര്യം എടുത്തിരുന്നവളാണ്. ഒത്തിരി കഷ്ടപ്പെടുമായിരുന്നു. സമയം മറന്ന്, ആരോഗ്യം മറന്ന് ഒത്തിരി അവർ രോഗികളെ ശുശ്രൂഷിക്കാൻ ഈ കത്രീന പരിശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഈ രോഗികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഓടി നടന്ന് അധ്വാനിച്ച ആ കാലഘട്ടത്തിൽ ഒരു സഹോദരൻ എല്ലാ സമയവും പരാതി പറയും. എങ്ങനെ ശുശ്രൂഷിച്ചാലും പരാതി മാത്രം, എന്തോരം നന്മ ചെയ്തു കൊടുത്താലും പരാതി മാത്രം. ഭക്ഷണം കൊടുത്താൽ കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കൊണ്ടെത്തിച്ചാലും പറയും എനിക്കൊന്നുമേ തന്നിട്ടില്ല, മുഴുവൻ പട്ടിണി ഇടുമായിരുന്നു. എത്ര എഴുന്നേറ്റ് ഇരുത്താനും അല്ലെങ്കിൽ ശുശ്രൂഷിക്കാനൊക്കെ സഹായിച്ചാലും പിന്നെയും പറയും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല, എനിക്ക് മരുന്ന് തന്നിട്ടേ ഇല്ല, എപ്പോഴും പരാതി മാത്രം. അപ്പം ഇങ്ങനെ പരാതി ഒരുപാട് കേട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ മറ്റൊരു സഹോദരി വന്നിട്ട് കത്രീനായോട് പറഞ്ഞു, നീ ഇനി ആ വ്യക്തിയെ സഹായിക്കാനോ ശുശ്രൂഷിക്കാനോ പോകണ്ട, അത് നിർത്തിയേര്, അങ്ങേർക്ക് അതൊരു കാരണവശാലും മനസ്സിലാക്കാൻ പറ്റുകയില്ല, എന്നാൽ പിന്നെ അതങ്ങ് നിർത്താം, ഇനി അങ്ങനെ ശുശ്രൂഷ എന്നുള്ളത് വേണ്ടാന്ന് വെക്കാം. ഉടനെ കത്രീന പറഞ്ഞ ഒരു വാചകമുണ്ട്. കത്രീന എങ്ങനെയാണ് പറഞ്ഞത്? ഈശോ കുരിശിൽ കിടക്കുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് പലതും പറഞ്ഞു, അപമാനിക്കുന്ന രീതിയിലും നല്ലതല്ലാത്ത രീതിയിലൊക്കെ പറഞ്ഞു. ഈശോ ഒരിക്കൽ പോലും കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ ശ്രമിച്ചുമില്ല, അതിനുവേണ്ടി തുനിഞ്ഞുമില്ല, എല്ലാം സഹിക്കുകയാണ് ചെയ്തത്. ആരും അറിയാതെ ലോകത്തിൻ്റെ രക്ഷ മാത്രം മനസ്സിൽ കണ്ട് അത് മുഴുവനും, ആ സഹനത്തെ മുഴുവനും സ്വീകരിക്കുകയാണ് ചെയ്തത്. കത്രീന ഈ ഒരു കാര്യം പറഞ്ഞതോടുകൂടി പറഞ്ഞു വന്ന സഹോദരി നിർത്തിപ്പോയി. എന്തായാലും വിശുദ്ധരൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു തരും ആരും അറിയാതെ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന്. കുടുംബാംഗങ്ങളെ ആയാലും ചുറ്റുപാടുമുള്ളവരെ ആണെങ്കിലും സഹപ്രവർത്തകരോടാണെങ്കിലും നമുക്ക് സ്നേഹം തരുന്നവരാണെങ്കിലും നമ്മളെ സ്നേഹിക്കാത്തവരെ ആണെങ്കിലും എല്ലാവരോടും ഒരുപോലെ അവരിൽ നിന്ന് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ, ഒരല്പം പോലും കരുണയോ സ്നേഹമോ ഒന്നുമേ പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടെ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ വളർത്താനും ഉയർത്താനും അവരെ താങ്ങിപ്പിടിക്കാനും സഹായിക്കാനും നീ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. സ്വർഗത്തിൽ നീ ചെയ്യുന്ന ഓരോ കാര്യവും തങ്കലിപികളിൽ രേഖപ്പെടുത്തും എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യരെ പ്രതിഫലമൊന്നും തരികയല്ല, കൂടെയുള്ളവരൊന്നും നീ അതങ്ങനെ ചെയ്തു എന്നൊരു നല്ല വാക്ക് പോലും പറയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സ്വർഗത്തിൽ
നിനക്കുള്ള പ്രതിഫലം വലുതാണ്. നിൻ്റെ കഠിനാധ്വാനവും നിൻ്റെ കഠിനമായിട്ടുള്ള പരിശ്രമവും നിൻ്റെ സ്നേഹത്തോടെയുള്ള അധ്വാനവുമെല്ലാം സ്വർഗത്തിൽ സ്വീകാര്യമാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. മരുഭൂമിയിലെ പിതാക്കന്മാരിൽ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിത്വമായിരുന്നു ലോഞ്ചിനസ് എന്ന് പറയുന്ന ഒരു സന്യാസി. രോഗശാന്തി വരം ഒത്തിരി ഉണ്ടായിരുന്ന ഒരു സന്യാസിയാണ്. ഒരുപാട് പേർക്ക് രോഗശാന്തിയൊക്കെ കർത്താവിൻ്റെ കൈകളിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു വിശുദ്ധനായ മനുഷ്യൻ. ഒരിക്കൽ ഒരു ക്യാൻസർ രോഗം ബാധിച്ച ഒരു സഹോദരി ഈ സന്യാസിയുടെ അരികിലേക്ക് പ്രാർത്ഥന ചോദിക്കാൻ വരികയാണ്. ലോഞ്ചിനസിൻ്റെ അരികിലേക്ക് സ്നേഹത്തോടെ കടന്നു വരികയാണ്. അപ്പം എവിടെയാണ് താമസിക്കുക എന്ന് കൃത്യമായിട്ട് ഈ സഹോദരിക്ക് അറിയത്തില്ല, നേരിട്ട് കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പം ആ പ്രദേശത്ത് എത്തിച്ചേർന്നപ്പോൾ ലോഞ്ചിനോസിനോട് തന്നെയാണ് നേരിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് ഒരു മഹാവിശുദ്ധനായ ലോഞ്ചിനസ് എന്ന പേരുള്ള സഹോദരൻ താമസിക്കുക? എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ? എനിക്കൊരു പ്രാർത്ഥനാ സഹായം വേണമായിരുന്നു, ഒന്ന് സഹായത്തിന് വേണ്ടിയിട്ടാണ്, ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ലോഞ്ചിനസ് ഈ സഹോദരിയോട് പറഞ്ഞു, നീ എന്തിനാ ആ കള്ള സന്യാസിയെ കാണാൻ പോണത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അദ്ദേഹം നിന്നെ ഉപദ്രവിക്കത്തേ ഉള്ളൂ, അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. താൻ തന്നെയാണ് ലോഞ്ചിനസ് എന്ന് ഒരിക്കലും പരിചയപ്പെടുത്തിയില്ല. അതിന് പകരം അത് നിരുത്സാഹപ്പെടുത്തുകയാണ്. എന്തിനാ നീ ലോഞ്ചിനസിനെ കാണാൻ പോകുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഈ സഹോദരി പറഞ്ഞു, എനിക്കൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥന ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഉടനെ ഈ സഹോദരി പിന്നെയും പറയാണ്, തൻ്റെ വേദനയുടെ കാര്യങ്ങൾ പറയാണ്. ക്യാൻസറാണ്, വീട്ടിലെ പ്രശ്നങ്ങൾ, മനസ്സിൻ്റെ സങ്കടങ്ങൾ, അത് മുഴുവനും പങ്കുവെക്കുകയാണ്. ഇത് മുഴുവൻ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ലോഞ്ചിനസ് ഈ സഹോദരിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് പോകുന്ന വഴിയിൽ തന്നെ പരിപൂർണ സൗഖ്യം കിട്ടും, കർത്താവ് നിന്നെ സുഖപ്പെടുത്തിക്കൊള്ളും, നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളുക. ഇവള് ശരീരത്തിൽ സൗഖ്യം കിട്ടിക്കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ സന്തോഷത്തോടെ തൻ്റെ ഭവനത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ലോഞ്ചിനസിനെ കാണാൻ അവൾ പോയില്ല, അവൾ കണ്ടിരുന്നു, പക്ഷേ അത് മനസ്സിലായിട്ടില്ല അവൾക്ക്. ഏതാനും നാളുകൾക്ക് ഉള്ളിൽ തന്നെ അവൾക്ക് ബോധ്യമായി തന്നെ ബാധിച്ചിരുന്ന മാരകമായ ഈ ക്യാൻസർ രോഗത്തിൽ നിന്ന് അവൾക്ക് സൗഖ്യമായി എന്ന് അവൾക്ക് ബോധ്യമായി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൾ മരിക്കുകയും ചെയ്തു, പാവം. പക്ഷേ ആ മരിക്കുന്നതിന് മുൻപ് വരെയും തന്നെ സുഖപ്പെടുത്തിയത് ലോഞ്ചിനസ് ആണ് എന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ നിശബ്ദമായി ദൈവത്തെ സ്നേഹിച്ച് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് ഈ ഒരു സംഭവം വായിച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നുകയായിരുന്നു, ഈ ലോഞ്ചിനസ് വേണമെങ്കിൽ വലിയൊരു കാര്യമാണ് ചെയ്തത്. മാരകമായ ക്യാൻസർ രോഗം സുഖപ്പെടുത്തി ആ സഹോദരിയെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തിയ വലിയൊരു കാര്യമാണ് ചെയ്തത്. പക്ഷേ ഇദ്ദേഹമാണ് തൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചത് എന്നുപോലും ഈ മകള് അറിയാതിരിക്കാൻ ലോഞ്ചിനസിൻ്റെ അടുത്തേക്ക് നീ പോകണ്ട അങ്ങനെ പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തി താൻ തന്നെയാണെന്ന് പരിചയപ്പെടുത്താതെ മാറി നിൽക്കുന്ന ഒരു രംഗം അത് വല്ലാതെ മനസ്സിനെ സ്പർശിക്കുകയായിരുന്നു. ഈ ലോഞ്ചിനസ് ഒരു കാരണവശാലും തൻ്റെ പേര് അല്ലെങ്കിൽ തൻ്റെ സ്ഥാനം അല്ലെങ്കിൽ തൻ്റെ സാന്നിധ്യം ലോകത്തിൻ്റെ മുൻപിൽ അറിയിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അതിന് വലിയ വിനയം വേണം, ഇതിനൊക്കെ വലിയൊരു എളിമയും ഒരു താൻ ഒന്നുമല്ല എന്ന തൻ്റെ നിസ്സാരതയും തൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൽ മാത്രമാണ് തൻ്റെ ശ്രേഷ്ഠതയെന്നൊക്കെ തിരിച്ചറിയുന്നവർക്കേ പുറകിലേക്ക് പിന്തിരിയാനും എല്ലാ കഴിവും എല്ലാ സാഹചര്യവും ഉപയോഗിച്ച് തൻ്റെ തീക്ഷ്ണതയിൽ തന്നെ നിന്നുകൊണ്ട് അനേകർക്ക് ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കാനും ഒപ്പം മറഞ്ഞു നിൽക്കാനും രഹസ്യത്തിൽ മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കണമെങ്കിൽ വലിയ വിനയവും വലിയ എളിമയും വലിയ സ്നേഹവും ഒക്കെ ഉള്ളിലുള്ളവർക്കേ ഇത് സാധിക്കത്തുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും ഉള്ളിൻ്റെ ഉള്ളിൽ നിറയുന്ന വിനയവും ഒക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെ ആരുടെയും മുൻപിൽ ഒന്നും അറിയിക്കാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്രിസ്തു അങ്ങനെ തന്നെയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് രോഗശാന്തി കൊടുത്തിട്ട് വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ട് അതൊക്കെ ഏറ്റുവാങ്ങിയവരോട് ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതാരോടും പറഞ്ഞേക്കല്ല്, ഇതാരെ അറിയിച്ചേക്കല്ല്, ഇതാരോടും നിങ്ങൾ അറിയിക്കണ്ട, പറയണ്ട. കർശനമായിട്ടൊക്കെ വിലക്ക് നൽകിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമുക്കും ഈ ഒരു മാതൃക പലപ്പോഴും സ്വീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനഃപൂർവ്വമായിരിക്കണമെന്നില്ല, അറിയാതെ ആയിരിക്കാം. വലിയ പബ്ലിസിറ്റിയും ലോകത്തിൻ്റെ മുമ്പിൽ അറിയണമെന്നൊക്കെയുള്ളൊരാഗ്രഹവും അതൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്.
ആരും അറിയാതെ ഒരു ഒതുങ്ങിക്കൂടുന്ന, അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടുക മീൻസ് നമ്മൾ മറ്റുള്ളവരെ ഒന്നും, ഒരു സൽക്കർമ്മത്തിൻ്റെയും ഉത്തരവാദി ഞാനാണ്, ഇത്രയും ഉയരാൻ കാരണം ഞാനാണ്, അല്ല, അങ്ങനെയല്ല. അത് ഈശോ എന്നിൽ കൂടെ ചെയ്യിപ്പിച്ചു, ഈശോ അതിനുള്ള അവസരം തന്നു. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഒന്നുമല്ലാതെയാകുന്നു, മറിച്ച് എന്നിലൂടെ എൻ്റെ ക്രിസ്തു വളർന്നു വരികയാണ്, എന്നിലൂടെ എൻ്റെ ക്രിസ്തു ജീവിക്കുകയാണ്. ഞാൻ മരിച്ചാലും എന്നിൽ ക്രിസ്തു ജീവിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു മനോഭാവത്തിലേക്ക് പ്രവേശിക്കാൻ ഈശോ ഈ സമയം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്, പ്രചോദിപ്പിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം കാണിച്ചു തരാണ്. കുറേ വൈദികർ പ്രാർത്ഥിക്കുന്നു, അവർ ബലിയർപ്പിക്കുന്നു, അവർ പ്രാർത്ഥന നിരതരായിട്ട് ദേവാലയത്തിൽ നിൽക്കുന്ന പോലെ കാണുകയാണ്. ഈ സഹോദരനോട് ചോദിച്ചു, അതെന്താ അങ്ങനെ കാണാൻ, എന്തെങ്കിലും വൈദികരായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ സഹോദരൻ ചിരിച്ചുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ഒത്തിരി വൈദിക വിദ്യാർത്ഥികൾക്ക് ആരും അറിയാതെ സഹായിക്കാറുണ്ട്, അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, അവർക്ക് പറ്റുന്ന പോലെ സാമ്പത്തിക സഹായം ചെയ്ത് തിരുപ്പട്ടം സ്വീകരിക്കുന്നവരെയും അവരെ സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി പേരങ്ങനെ സഹായിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. സാമ്പത്തിക നിലവാരം ഉള്ളതുകൊണ്ട് അതിനെനിക്ക് ദൈവം തന്നെ ഇടവരുത്തിയിട്ടുണ്ട്. വലിയൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു അവരെ സഹായിക്കാൻ. ഈ സഹോദരൻ എന്നിട്ട് പറയാൻ, അത് ഈശോ കണ്ടുവല്ലേ, ഈശോയ്ക്ക് അറിയാമല്ലേ, വൈദികർ മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, നന്ദിയുണ്ട് സിസ്റ്ററെ, ഈശോയ്ക്ക് നന്ദിയുണ്ട് ഒരുപാട്. കണ്ണ് നിറഞ്ഞിട്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞത് ഞാൻ ഓർക്കാൻ. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, കൊച്ചു കാര്യങ്ങൾ മതി. പ്രായം ചെന്ന മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ നല്ല മനസ്സോടെ ശുശ്രൂഷിക്കാൻ, അവരെ വലിയ സ്നേഹത്തോടെ സഹായിക്കാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ സ്വർഗത്തിൽ നീ ചെയ്യുന്ന ഈ കാര്യം കർത്താവ് രേഖപ്പെടുത്തി വെക്കുകയാണ്. മദർ തെരേസയോട് ഒരിക്കൽ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, മദറെ, 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാലും ഈ കുഷ്ഠരോഗിയുടെ അടുത്തേക്ക് വരാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യല്ല അങ്ങനെയൊന്നും. ഉടനെ മദർ പറഞ്ഞു, 1,00,000 അല്ല, എത്ര ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റിയല്ല, പക്ഷേ ക്രിസ്തുവിൻ്റെ മുഖം ഈ വ്യക്തിയിൽ കാണുന്നത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുകയാണ്, അല്ലായിരുന്നെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈശോയുടെ മുഖം ഓരോരുത്തരിലും കാണുമ്പോൾ നമുക്ക് നമ്മുടെ മഹത്വം തേടാതെ ദൈവത്തിൻ്റെ മഹത്വം തേടാനും അങ്ങനെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കാനും ഓരോ സൽപ്രവൃത്തിയിലൂടെയും നമുക്ക് കഴിയും, ഓരോ സൽപ്രവൃത്തിയിലൂടെയും. ഞാൻ ഓർക്കുന്നു, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ പോലും സ്വർഗം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരനുഭവമാണ് സൽപ്രവൃത്തികളെ രഹസ്യത്തിൽ നമ്മൾ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ സംഭവിക്കുക. കോൺവെൻറ്റിലേക്കൊക്കെ ചേർന്നപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിൽ അത്രയധികം സാമ്പത്തിക നിലവാരം അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ ഭൗതിക തലത്തിലൊക്കെ ഒരു വളർച്ച ഉയർച്ച എന്നൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ എന്നെ തന്നെ കർത്താവിന് സമർപ്പിച്ചുവോ അന്നു മുതൽ സ്വന്തം ഭവനത്തിൽ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ആത്മീയ തലത്തിൽ ഭൗതിക തലത്തിലൊക്കെ വളർച്ച കർത്താവ് നൽകുകയായിരുന്നു. ഒറ്റ കാര്യം മനസ്സിലാക്കിയത്, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ, കർത്താവിനോട് ചേർന്ന് നിന്നിട്ട് സൽപ്രവർത്തികൾ രഹസ്യത്തിൽ ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്ക് ഈ പ്രവർത്തികൾ മുഴുവനും സ്വീകരിക്കപ്പെടുകയാണ്. അത് മുഴുവനും അവിടെ സ്വീകരിച്ച് വലിയ സമ്മാനം, വലിയ പ്രതിഫലം കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗം മറക്കില്ല ഒരു കാര്യവും, സ്വർഗം ഒരിക്കലും തള്ളിക്കളയില്ല ഒരു സൽപ്രവൃത്തിയും. എല്ലാ പ്രവൃത്തികൾക്കും സ്വർഗത്തിൽ അത് സ്വീകാര്യമാണ് താനും, ഒപ്പം പ്രതിഫലമുണ്ട് എന്ന വലിയ കാര്യവും ഈശോ നമ്മളെ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ജീവിതത്തിൽ ഒരു സംഭവം വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അൽഫോൻസ് ലിഗോരി ഒരിക്കൽ ധ്യാനിപ്പിക്കാൻ പോവാൻ, വലിയ ധ്യാനഗുരുവാണ്. ധ്യാനിപ്പിക്കാനായിട്ട് പോകുന്ന വഴിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് ഓർത്തു എന്നാൽ പിന്നെ മെത്രാപ്പൊലീത്തയെ ഒന്ന് കണ്ടിട്ട് ഒരു ആശീർവാദമൊക്കെ സ്വീകരിച്ചിട്ട് പോയേക്കാം. അങ്ങനെ അവിടെ ഇറങ്ങി അരമനയിലേക്ക് ചെല്ലുകയാണ്. ദേവാലയത്തിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പിതാവിനെ കാണാം. അങ്ങനെ ദേവാലയത്തിനുള്ളിൽ കയറി പ്രാർത്ഥന ആരംഭിക്കുകയാണ്. കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്നേരമാണ് അവിടുത്തെ ഒരു യുവ വൈദികൻ പെട്ടെന്ന് വന്നിട്ട് പറയാൻ, ഇത് ഭിക്ഷക്കാർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമല്ല, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. അപ്പം ഉടനെ അൽഫോൻസ് ലിഗോരിയാന്ന് മനസ്സിലായിട്ടില്ല ഇദ്ദേഹത്തിന്. അൽഫോൻസ് ലിഗോരി ഉടനെ പറഞ്ഞു, അച്ഛാ, ഞാനൊരു ഇച്ചിരി സമയം കൂടെ ഇവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. പറ്റത്തില്ല, കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം അൾത്താരവിരി മോഷ്ടിക്കപ്പെട്ടു, ഇനിയും അങ്ങനെ ഒരു സംഭവവും ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള കടമ എനിക്കാണ്, ഞാൻ ദേവാലയം അടയ്ക്കാൻ പോവാണ്, ഇദ്ദേഹത്തിന് വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കും. ഇച്ചിരി വാശിയോടെ തന്നെ ഈ കൊച്ചച്ഛൻ പറയുന്നത് കേട്ടിട്ട് അൽഫോൻസ് ലിഗോരി വളരെ വിനീതനായി എളിമയോടുകൂടെ തന്നെ ദേവാലയത്തിന് പുറത്തേക്ക് കടക്കുകയാണ്. പുറത്ത് പോയിരുന്ന് തൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പിതാവ് അറിഞ്ഞിട്ട് അൽഫോൻസ് ലിഗോരിയെ കാണാനായിട്ട് വരിക. അൽഫോൻസ് ലിഗോരിയെ കണ്ട പാടെ വലിയ ആദരവോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ സ്വീകരിച്ച് സംസാരിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്ന കണ്ടപ്പോൾ കൊച്ചച്ഛന് ഒരു സംശയം, ഇതാരാണ് പോലും, ഇതാരാ പിതാവ് ഇത്രയും സ്നേഹത്തോടെ കൊണ്ടുപോകാൻ സാധ്യതയുള്ളത്? അത്ഭുതത്തോടെ അന്വേഷിച്ചു, ഇതാരാ, ഇത് ആരാന്ന് മനസ്സിലായിട്ടില്ല. പിന്നീടാണ് ഈ കൊച്ചച്ഛന് കാര്യം മനസ്സിലായത്, ഇദ്ദേഹം എല്ലാ ധ്യാനഗുരുക്കന്മാരുടെയും സുപ്പീരിയറാണ്. എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ ധ്യാനഗുരുവാണ്. വചനം ജീവിതത്തിൽ സ്വീകരിച്ചും വചനം പങ്കുവെച്ചും വചനത്തിന് സാക്ഷിയായി മാറിയിട്ടുള്ള ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധനായ അൽഫോൻസ് ലിഗോരി. ഈ കൊച്ചച്ഛൻ അനുതാപത്തിലേക്ക് കടന്നു വന്നു എന്നൊക്കെ പിന്നീട് വായിച്ച് ഞാൻ ഓർക്കുകയാണ്. അൽഫോൻസ് ലിഗോരി ഒരിക്കലും തൻ്റെ പേര് പുറത്തേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരിക്കലും ഒരു ചെറിയ കാര്യത്തിൽ പോലും ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന സഭയിൽ പെട്ട ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യുന്ന ആളാണ്, ധ്യാനിപ്പിക്കാൻ വന്നതാണ്, ഇല്ല. വളരെ നിശബ്ദനാകുന്നു, വിനീതനാകുന്നു, തന്നെ തന്നെ എളിമപ്പെടുത്തുന്നു, തന്നെ തന്നെ താഴ്ത്തുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നില്ലേ, കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം പ്രയോജനമില്ലാത്ത ദാസൻ. അങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ, അങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. ഈശോ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. പ്രയോജനമൊന്നുമില്ല ഈ ദാസനെ കൊണ്ട്, ഈ ദാസിയെ കൊണ്ട്. ഞാൻ പറഞ്ഞത് ചെയ്തതേ ഉള്ളൂ, കടമ നിർവഹിച്ചതേ ഉള്ളൂ, എൻ്റെ ഉത്തരവാദിത്വം ചെയ്തതേ ഉള്ളൂ. വിശുദ്ധ അൽഫോൻസ് ലിഗോരി അങ്ങനെയായിരുന്നു. ആരുടെ മുൻപിലും താൻ മഹാനാണെന്നോ താൻ വലിയ ആളാണെന്നോ നെവർ, ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത പോലും ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലില്ല. എല്ലാവരാലും അംഗീകരിക്കപ്പെടണം, എല്ലാവരാലും സ്നേഹിക്കപ്പെടണം, എല്ലാവരാലും അറിയപ്പെടണം, എല്ലാവരുടെയും മുൻപിൽ ഉയർന്നു നിൽക്കണം. ഇതൊക്കെ മാനുഷികമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ നമ്മളിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ചിന്തകളാണ്. നമ്മൾ അറിയണമെന്നില്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഓരോ സമയവും ഹൃദയം വായിക്കുന്ന കർത്താവ്, മനസ്സ് കാണുന്ന കർത്താവ് നിന്റെ രഹസ്യത്തിലെ നന്മ പ്രവൃത്തികൾക്ക് വലിയ സമ്മാനം തരും, വലിയ പ്രതിഫലം തരും. മറന്നുപോയേക്കല്ല. ഈ അൽഫോൻസ് ലിഗോരി തന്നെ തൻ്റെ മെത്രാൻ സ്ഥാനമൊക്കെ തീർന്നിട്ട് അരമനയിൽ നിന്ന് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ 1700-കളിലാണ്. അരമനയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം ആകെ ഉണ്ടായിരുന്നത് എന്താണെന്നറിയോ? ഒരു തിരിക്കാല്, ഒരു വിളക്ക്, ഒരു കിടക്കാനുള്ളൊരു മരക്കട്ടിൽ, ഇത്രയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. വേറെ ഒന്നുമില്ല കൈവശം, വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു മഹാനായ വിശുദ്ധ അൽഫോൻസ് ലിഗോരി. പ്രിയമുള്ള സഹോദരങ്ങളെ, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നല് ഒരു കാരണവശാലും. സൽപ്രവൃത്തികൾ പിന്നെയും ചെയ്തിട്ടും വേദന മാത്രമാണല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങോട്ടേക്ക് എതിർപ്പുകളും പീഡനങ്ങളും അവഗണനകളും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ആര് കാണാനാ ഇങ്ങനെ ചെയ്യണത്, എന്തിനാ ഇങ്ങനെ അലച്ചുകെട്ടി ചെയ്യണത്, ഇതൊക്കെ ചിന്തകൾ മനസ്സിൽ വരാം. ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കും, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ, നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ. അങ്ങനെ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം നിങ്ങൾക്ക് അതിൻ്റെ വിളവെടുക്കാം, യഥാകാലം അതിൻ്റെ സമ്മാനം സ്വീകരിക്കാം. കർത്താവ് പറയാൻ മടുപ്പ് തോന്നിയേക്കല്ല്. എത്ര ചെയ്തിട്ടും ഒരു നല്ല വാക്കും പറയുന്നില്ലല്ലോ, എത്ര ചെയ്തിട്ടും ഒരു സ്നേഹത്തോടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെങ്കിലും ഒരു ആശ്വാസം ഒരിക്കലും കിട്ടിയിട്ടില്ലല്ലോ. മനസ്സ് വേദനിച്ചേക്കല്ല്, മനസ്സ് തളർന്നു പോയേക്കല്ല്. നിന്റെ സ്വർഗത്തിൽ നിന്റെ പ്രവർത്തികൾ, നിന്റെ അധ്വാനങ്ങൾ, നിന്റെ കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ സ്വർഗം മാനിക്കും, സ്വർഗം അത് സ്വീകരിക്കും, സ്വർഗം അത് കാണുന്നു, അംഗീകരിക്കുന്നു. എല്ലായ്പ്പോഴും മനുഷ്യർ കാണണമെന്നില്ല, മനുഷ്യർ അംഗീകരിക്കണമെന്നില്ല, മനുഷ്യരെ നിന്നെ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. നിന്നെ സ്നേഹിക്കേണ്ടവരും നിന്നെ സഹായിക്കേണ്ടവരും നിന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടവരൊക്കെ മാറി നിന്നിട്ട് നിന്നെ വഞ്ചിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിന്നെ തകർക്കുന്ന രീതിയിൽ തള്ളിപ്പറയുന്ന രീതിയിലൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർത്താവ് പറയും, കുഞ്ഞേ ആരും കാണാതെ വേണം സൽപ്രവർത്തികൾ ചെയ്യാൻ, കുഞ്ഞെ ആരും കാണാതെ വേണം നീ നല്ല കാര്യങ്ങൾ ചെയ്യാൻ. സ്വർഗത്തിൽ ഇതൊക്കെ രേഖപ്പെടുത്തും, സമ്മാനമുണ്ട്. സ്വർഗത്തിലെ അപ്പച്ചൻ അത് മുഴുവനും കാണുകയാണ്. വിശുദ്ധ സിറ്റയുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടന്നത് ഞാൻ ഓർക്കുകയാണ്. വിശുദ്ധ ഈ അഗതികളോടും പാവങ്ങളോടൊക്കെ വലിയ സ്നേഹമാണ്, വലിയ കരുണയുള്ള ഒരു മനസ്സാണ് സിറ്റയ്ക്കുള്ളത്. അവർക്ക് വേണ്ടി എന്തും ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് എത്ര രാത്രികൾ ഉറക്കൊളിക്കണോ അവൾ റെഡിയാണ്. സിറ്റയ്ക്ക് അതൊരു പ്രശ്നമല്ല, എത്ര ജോലി ചെയ്താലും മടുപ്പില്ല.
ശരീരം ഇങ്ങനെ തളർന്നു പോകുന്ന പോലെ പണിയെടുക്കേണ്ടി വന്നാലും സിറ്റയ്ക്ക് അത് വലിയൊരു എന്താ പറയുക ആവേശമാണ്. എത്ര സഹായിക്കാൻ അവസരം കിട്ടിയാലും, എത്ര ശുശ്രൂഷിക്കാൻ അവസരം കിട്ടിയാലും അത് വലിയൊരു ആവേശമാണ്. രോഗികളെ പരിചരിക്കുക, ആരോരുമില്ലാത്തവരെ ശുശ്രൂഷിക്കുക, ആരും സ്നേഹിക്കാനില്ലാത്തവരെ സഹായിക്കുക, മനസ്സിലാക്കുക, അവർക്കൊരു വാക്ക് നല്ലത് ഒന്ന് പറഞ്ഞു കൊടുത്ത് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അതൊക്കെ ഈ സിറ്റ എന്ന് പറയുന്ന മകൾക്ക് വലിയ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അതിന് വലിയൊരു സന്തോഷം തോന്നുന്ന ഒരു അനുഭവമായിരുന്നു. ഇവൾക്ക് കിട്ടുന്ന ഭക്ഷണം പോലും ഇവൾ ആരോരുമില്ലാത്തവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ കൊണ്ടുകൊടുക്കുമായിരുന്നു. ആരും അറിയാതെ ആട്ടോ, ആരും അറിയല. പക്ഷേ ഇതൊരിക്കൽ ഇവളുടെ കൂട്ടത്തിൽ ഉള്ളവരൊക്കെ കണ്ടുപിടിച്ചു. എന്നിട്ടോ ഇവളെ വല്ലാണ്ട് വിഷമിപ്പിക്കാൻ അവർ തീരുമാനം എടുക്കുകയാണ്. കാരണം ഇവൾ ചെയ്യണത്, ഇവളിങ്ങനെ ആരും അറിയാണ്ട് സൂത്രത്തിൽ കൂടെ ചെയ്യണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. അവരങ്ങനെ ചിന്തിച്ചിട്ട് ഇവൾക്കെതിരെ കംപ്ലൈൻറ്റുമായിട്ട് ഇവൾ ജോലി ചെയ്യുന്ന കുടുംബാംഗങ്ങളോട് ചെന്ന് പറയാൻ. അവർ കേട്ടപാടെ അത് മുഴുവൻ അങ്ങ് വിശ്വസിച്ചു. ചിലപ്പോൾ അങ്ങനെയാണല്ലോ ചില ആൾക്കാർ, അതിൽ നന്മ ഏതാ തിന്മ ഏതാ അതൊന്നും വിശ്വസിക്കുകയല്ല. കേട്ടപാടെ ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും. എന്നിട്ടോ ഈ സഹോദരിയുടെ കാര്യങ്ങൾ എന്താണെന്നറിയാൻ അവരുടനെ, അവൾ ആ സമയത്ത് അടുക്കളയിൽ ജോലി ചെയ്യാൻ നിയുക്തയായിരുന്നു, ജോലി ചെയ്യേണ്ട സമയമാണ്. അവൾ അതിരാവിലെ ഈ ജോലി മറന്നിട്ട് അഗതികളെ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ ഓടിച്ചെന്നതാണ്. ഇവൾക്ക് കിട്ടിയ പ്രഭാത ഭക്ഷണവും പൊതിഞ്ഞു കിട്ടിയിട്ട് ആരും അറിയാണ്ട് കൊടുക്കാൻ വേണ്ടി സൂത്രത്തിൽ പോയ സമയമാണ്. അടുക്കളയിൽ കുടുംബത്തിലുള്ളവർ, അവർ യജമാനൊക്കെ, അവർ ടീം എല്ലാവരും കൂടെ വന്നിട്ട് പരിശോധിക്കുകയാണ്. എന്തേ സിറ്റ എവിടെ പോയി, കാണുന്നില്ലല്ലോ. അവരെല്ലാവരും അന്വേഷിക്കാൻ വന്നപ്പോൾ ഈ നോക്കാൻ വന്ന ആൾക്കാർ, പരിശോധിക്കാൻ വന്ന ആൾക്കാർ അത്ഭുതപ്പെട്ടു പോയി. അവരെന്താ കണ്ടതെന്നറിയോ? അടുക്കളയിൽ കുറേ മാലാഖമാർ നിന്ന് റൊട്ടി ഉണ്ടാക്കുകയാണ്. മാലാഖമാർ നിന്ന് റൊട്ടി ഉണ്ടാക്കുന്നൊരു വലിയ സംഭവമാണ്. സിറ്റതൊന്നും അറിഞ്ഞിട്ടില്ല. അവളവിടെ സഹായിക്കാൻ പോയിരിക്കുകയാണ്. പാവങ്ങളെയും, അല്ലെങ്കിൽ അവൾക്ക് സഹായം അർഹിക്കുന്നു എന്ന് കണ്ടവരൊക്കെ സഹായിക്കാൻ അവൾ ഓടി ചെന്നിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നീ ആരോരും അറിയാതെ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ, ആരും അറിയാതെ മറ്റുള്ളവരെ നീ സഹായിക്കുമ്പോൾ നിന്നെ സ്വർഗം സഹായിക്കും. നിന്റെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരെ നീ സഹായിക്കുമ്പോൾ സ്വർഗം നിന്നെ സഹായിക്കുന്ന ഒരനുഭവത്തിലേക്ക് നിന്നെ കർത്താവ് കൈ പിടിച്ചുയർത്തുകയാണ്. സ്വർഗം നിന്നെ സഹായിക്കാനുണ്ടാവും. ഈ ലോകം സഹായിച്ചില്ലേലും, ഈ ലോകം നിന്നെ തള്ളിക്കളഞ്ഞാലും, ഈ ലോകം നിന്നെ മറന്നാലും, ഒരിക്കൽ പോലും നീ ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ല എന്ന് മാത്രം പറഞ്ഞിട്ട് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്വർഗം നിന്നെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അത് ഏത് ആവശ്യത്തിലും, നിന്റെ വ്യക്തിപരമായ ഏത് ആവശ്യത്തിലും ഈ സഹായം സ്വർഗത്തിൽ നിന്നുണ്ടാവും. അനുഭവിച്ചിട്ടില്ലേ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഒരുപാട്? സ്വീകരിച്ചിട്ടില്ലേ ഇതുപോലെയുള്ള ദൈവിക ഇടപെടലുകൾ ഒരുപാട്? മാലാഖമാർ തന്നെ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടില്ലേ ജീവിതത്തിൽ? ഓർത്തു നോക്കാം. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്കുള്ളിൻ്റെ ഉള്ളിൽ ഈശോയ്ക്ക് നന്ദി പറയാം. എന്നിട്ടോ ഈശോയ്ക്ക് വാക്ക് കൊടുക്കാം. ഈശോയെ, ഒരിക്കൽ പോലും ലോകത്തിൻ്റെ അംഗീകാരമോ, ലോകത്തിൻ്റെ നല്ല വാക്കോ, ലോകത്തിൻ്റെ സ്നേഹത്തോടെയുള്ള പ്രോത്സാഹനത്തിൻ്റെ ഒരു വാക്കോ പ്രതീക്ഷിക്കാതെ, നിറഞ്ഞ മനസ്സോടെ, പ്രതിഫലം ആഗ്രഹിക്കാതെ അധ്വാനിക്കാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം തന്നെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് കൈകൾ കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതാരും അറിയാതെ ചെയ്യാൻ, അത് രഹസ്യത്തിൽ ചെയ്യാൻ എന്നെ സഹായിക്കണേ. നാലാൾ അറിയണമെന്നും നാലാളത് മനസ്സിലാക്കണമെന്നൊക്കെയുള്ള മാനുഷികമായ ചിന്തയെ അതിജീവിച്ച് സ്വർഗം മാനിക്കുന്ന രീതിയിൽ, സ്വർഗം അംഗീകരിച്ച് മുദ്ര വയ്ക്കുന്ന രീതിയിൽ സൽപ്രവർത്തികൾ രഹസ്യത്തിൽ ചെയ്യാൻ എന്നെ സഹായിക്കണേ ഈശോയെ. സൽപ്രവർത്തികൾ എൻ്റെ ജീവിതത്തിൽ എന്നും തുടർന്നുകൊണ്ട് പോകാൻ എന്നെ സഹായിക്കണേ ഈശോയെ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും സൽപ്രവർത്തികളാൽ സ്വർഗത്തെ അലങ്കരിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.